ജീവിക്കണോ അതോ മരിക്കണോ? ഇത് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നിശ്ചയിക്കാനുള്ള ഒരവസ്ഥ നമ്മളിലുണ്ട്. പക്ഷേ നമ്മൾ പറയണെന്ത് നമ്മളല്ല ഇത് നിശ്ചയിക്കണതെന്ന്. കാരണം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലറിയാം, ഇത് ഫങ്ഷൻ ചെയ്യണതിൽ ഇന്ന് വരെ ഇത് ഒരു സങ്കടമോ ഒരു വിമുഖതയോ നമ്മളോട് കാണിച്ചിട്ടില്ല. നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴും വാശിയും പിടിച്ചിരിക്കുമ്പോഴും ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ വഴികളില്ല എന്ന് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പം പോലും ഇത് വീണ്ടും നമ്മൾ പോലും അറിയാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ എവിടെയെല്ലാമാണോ നമ്മൾ ഇതിന് പ്രശ്നങ്ങൾ കൊടുക്കുന്നത്. കാരണം ഞാൻ ഷാഫി എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പം എനിക്കിതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനപ്പുറത്തുള്ള എന്തെങ്കിലും അന്വേഷിക്കുമ്പം ഞാൻ ഇതിനെ ഉപയോഗിക്കണില്ല. കാരണം രണ്ട് കാലുള്ള ഒരാൾ ഊന്നുവടീനെ ആശ്രയിച്ചിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? കുറച്ച് കഴിയുമ്പോൾ അയാളെ കാല് ഉപയോഗശൂന്യമാവും. എന്നതുപോലെ ഇതിലുള്ള എല്ലാത്തിനെയും ഉപയോഗിച്ചു കൊണ്ട് മാത്രമേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാനുള്ള കാരണത്തെയും നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മളിതിൽ ശ്രദ്ധിക്കുക, അല്ലാതെ ഇത് പ്രവർത്തിക്കുമ്പം ഇതിനെ അനുഭവിക്കുക എന്നതിനേക്കാൾ വലിയൊരു ലഹരിയൊന്നും വേറെ ഇല്ല. പിന്നെ നമ്മൾ പറയും മിസ്റ്റിക് പവർ എന്ന്. മിസ്റ്റിക് പവർ അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ച താജ്മഹലും പിസ ഗോപുരവും ഒന്നല്ല. കാരണം നമ്മൾ ജീവനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പം നിരന്തരം നമുക്ക് ആ ചേർന്ന് നിൽക്കാനുള്ള അവസ്ഥ അതാരാ കൊണ്ടുതരുന്നത്, എവിടുന്നാ വരുന്നതെന്നൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷേ അത് നമ്മൾക്ക് നമ്മളെ ആസ്വദിച്ച് കൊണ്ട് ആ തുടർച്ചയിൽ നമുക്കിതാ ഇങ്ങനെ 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 ഒഴുകാൻ സാധിക്കണത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ മിസ്റ്റിക് പവർ. കാരണം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ചലിക്കണത്, ഇപ്പോൾ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആഗ്രഹവും ഇല്ലാതെ നിരന്തരം നിറവേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും എന്നിലേക്ക് എത്തണമെങ്കിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ അത്ഭുതവുമായിട്ട് ചേരണം. അല്ലാതെ തീരുമാനമെടുത്തിട്ട് അനുഭവിക്കുന്നത് വളരെ ചെറുതാണ്, വളരെ തുച്ഛമാണ്. തീരുമാനമെടുക്കാതെ നിരന്തരം പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നതിന് ഒരിക്കലും വിലയിടാനില്ല. അത് നിരന്തരം വലുതായിക്കൊണ്ടിരിക്കുക, ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുക.